എൻ്റെ താലി കഥ അവതരണം തുമ്പി. അപ്പോൾ എങ്ങനാ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. എൻ്റെ താലി എന്തിനാ രേണു ഇങ്ങനെ പേടിക്കുന്നത്? നിന്നെ വേദനിപ്പിക്കാൻ എനിക്കിനി കഴിയില്ല. അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. അവൻ്റെ വാക്കുകളിൽ പഴയ പൗരുഷം ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ്റെ നോട്ടം അവളുടെ നനഞ്ഞ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സ്നേഹവും കാമവും ഇടകലർന്ന ഒരു ഭാവം. അവൻ മെല്ലെ അവളുടെ കഴുത്തിലൂടെ വിരലോടിച്ചു. അവളുടെ കവിൾ തുടുക്കുന്നുണ്ടായിരുന്നു. കഴുത്തിൽ നിന്നും മെല്ലെ മെല്ലെ അവൻ്റെ കൈകൾ അവളുടെ സ്തനങ്ങളെയും തഴുകി. അപ്പോഴേക്കും അവൾ സുധിയേട്ടാ എന്ന് നീട്ടി വിളിച്ചു. എന്താടി പെണ്ണെ? അവൾ ഒന്നും മിണ്ടിയില്ല. അവളുടെ ആവേളിയിൽ ഒരുതരം വിറയലുണ്ടായിരുന്നു. സുധിയുടെ കൈകൾ അവളുടെ തോളിലേക്ക് പടർന്നു. രേണുവിൻ്റെ കണ്ണുകൾ പകുതി അടഞ്ഞുപോയി. സുധിയേട്ടാ വേണ്ട, അവൾ പതർച്ചയോടെ പറഞ്ഞു. പക്ഷേ അവളുടെ ശരീരം അയാളുടെ സാമീപ്യത്തിന് കീഴ്പ്പെടുകയായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് അയാൾ അവളെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. സുധിയേട്ടാ വേണ്ട, അവൾ പതർച്ചയോടെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ആ ശബ്ദത്തിൽ പൂർണ്ണമായ എതിർപ്പ് ഇല്ലായിരുന്നു, ഒരു ഭയം മാത്രം. സുധി അവളുടെ മുഖം ഇരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. രേണു, ഇനി നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല, വിശ്വസിക്കാമോ? അവളുടെ കണ്ണുകളിൽ സംശയവും വേദനയും സ്നേഹവും എല്ലാം കൂടി ചേർന്നിരുന്നൊരു അവസ്ഥയായിരുന്നു. കഴിഞ്ഞ രാത്രിയുടെ നനഞ്ഞ ഓർമ്മ അവളെ ഇനിയും പിന്തുടരുന്നുണ്ടായിരുന്നു. എങ്കിലും ഇന്നത്തെ സുധിയുടെ സ്വരം വ്യത്യസ്തമായിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ ഒരു മൃദു ചുംബനം നൽകി. അത് കാമത്തിൻ്റേതല്ല, ഒരു ക്ഷമാപണത്തിൻ്റെ ചുംബനം. രേണുവിൻ്റെ കണ്ണുകളിൽ നനവ് നിറഞ്ഞു. എന്നെ വിട്ടു പോകരുതേ, അവൾ വളരെ മന്ദമായി പറഞ്ഞു. അവൻ അവളെ നെഞ്ചോട് ചേർത്തു. ഇനി നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. ആ രാത്രി ശരീരത്തിൻ്റെ അടുപ്പത്തേക്കാൾ ഹൃദയങ്ങളുടെ അടുപ്പമാണ് കൂടുതൽ ആയത്. വേദനയിൽ തുടങ്ങി നിന്ന ബന്ധം പതുക്കെ സ്നേഹത്തിലേക്ക് വഴിമാറുന്ന നിമിഷം. രേണു പൂർണ്ണമായി സുധിയെ അവളെ വിശ്വസിച്ചു. തുടർന്ന് കേൾക്കാനായി തുമ്പിയുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.